ഏതാണ്ട് ലോ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഇറാൻ ഒരു 25 റുപ്പീസ് മുടക്കുക എന്ന സമയത്ത് US 10,000 റുപ്പീസാണ് മുടക്കുന്നത്. അതായത് എക്യുപ്മെൻസിൻ്റെ മെക്കാനിസം ഈക്വലൻസിയാണ് ഞാൻ പറയുന്നത്. അത് വെച്ചൊന്ന് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് അവർ വെപ്പൺ സ്ലോ ഡൗൺ ആയി എന്ന് പറയാനുള്ള കാരണം. US ഒരിക്കലും പുറകോട്ടാന്ന് പറയത്തില്ല, പക്ഷേ രണ്ട് ഇഷ്യൂ ഉണ്ട്. ജെറാൾഡിന് എന്താ പറ്റിയത്? ആദ്യം പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന്, വലിച്ചുകൊണ്ടുപോയി റിപ്പയർ ചെയ്യാൻ. അതുപോലെ തന്നെ ഏബ്രഹാം ലിങ്കൺ എന്താ ആദ്യം അഡ്മിറ്റ് ചെയ്തില്ല, പിന്നെ മനസ്സിലായി ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു. ഇപ്പോൾ പിന്നെ വന്നു നിൽക്കുന്നത് മിസൈൽ റേഞ്ചിന് വെളിയിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു കാരണവശാലും ആ ഒരു ആംഗിളോട്, കാര്യം US സംബന്ധിച്ചിടത്തോളം പ്രൊപഗണ്ട വാറാണ് അവർ മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ പ്രൊപഗണ്ട വാർ ഈവൻ കോൾഡ് വാർ മുതൽ തന്നെ പ്രൊപഗണ്ട വാറാണ്. റഷ്യയും US നിന്ന സമയത്ത് തന്നെ ഇവർ പ്രൊപഗണ്ട കൊണ്ടാണ് ഹൈപ്പ് പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ലോക ജനതയ്ക്ക് അമേരിക്കയുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് കഴിവ് കുറവ് എന്ന് ഞാൻ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളുടെ സഹ പാനലിസ്റ്റ് ആ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഉദാഹരണം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം സ്വന്തം കാലിൽ കടിക്കുമ്പോൾ മാത്രമേ അതറിയൂ, വേദന അറിയൂ. വളരെ കറക്റ്റാണ്. കാരണം കടിക്കും എന്നറിഞ്ഞതുകൊണ്ട് കാലുകൊണ്ട് വെച്ചു കൊടുത്തു. അതാണ് ഇവിടെ നടന്നത്. അപ്പോൾ പിന്നെ വേദന അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ബേസിക്കലി രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. ഒന്ന് ഇക്കണോമിക്കലി, ഈ ഓയിൽ നമുക്കറിയാവുന്നതാണ്. രണ്ടാമത് ഡയസ്പോര, അതായത് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ്. അപ്പം ഈ ഒരു മേജർ ഇഷ്യൂ വരുവാണെങ്കിൽ അവരെ ഒന്ന് ഇവാക്വേഷനും അതുപോലെ തന്നെ അവരുടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നാലുള്ള ഒരു അവസരവും, ഇങ്ങനെയുള്ള അവസ്ഥ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയായിരിക്കും. പക്ഷേ ആ ഒരു ലെവലിലോട്ട് വരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തിപ്പം വരാനുള്ളത്, കാര്യം ഇന്ത്യക്കിപ്പോൾ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയാം. കാര്യം ഇതുവരെയും അസിം മുനീറാണ് അല്ലെങ്കിൽ പാകിസ്ഥാനാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും ലോകം കാണുന്നത് മൂന്നേ രാജ്യങ്ങളാണ്. ഇതൊന്ന് നോർമലൈസ് ചെയ്യണമെങ്കിൽ റഷ്യ, ചൈന, ഇന്ത്യ. ഈ 3 രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ ഇത് ഒരു നോർമലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന വളരെ ക്ലിയർ ആയിട്ട്, അതായത് US ഒരു തിട്ടൂരോ അംഗീകരിക്കാതെ